എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഡ്ഫിലേക്ക് വരുന്നത് അതിനു മുമ്പ് ചില വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഒരു ഫുൾ ടൈം PSC പഠനം പഠിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. എന്നാലും വെക്കേഷൻ സമയങ്ങളിലൊക്കെ ചില ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കൊറോണ വന്ന സമയത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നിന്നുപോയി. അതിനുശേഷമാണ് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ എഡ്ഫിലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ എഡ്ഫിലിൽ ഞാൻ ഓക്കെ എന്തായാലും ജോയിൻ ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സെങ്കിലും ക്ലാസ് എന്തായാലും വേണം എന്നുള്ള രൂപത്തിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ മുമ്പ് ഞാൻ 2-3 പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. LP മലപ്പുറം ഞാൻ എഴുതി, അന്ന് ഞാൻ സപ്ലിയിലാണ് വന്നത്. അതിനുശേഷം ഒരു UP പാർട്ട് ടൈം എറണാകുളം എഴുതി, അതിലും ഞാൻ സപ്ലിയിൽ വന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ തിരുവനന്തപുരം ഒരു HSTയും പിന്നീട് കാസർഗോഡ് HSTയും എഴുതുന്നത്. ഈ 2 എക്സാമിന് മുമ്പിലാണ് ഞാൻ എഡ്ഫിൽ ജോയിൻ ചെയ്യുന്നത്. എഡ്ഫിൽ ജോയിൻ ചെയ്തപ്പോൾ നല്ല ക്ലാസ്സുകളാണ്, റെക്കോർഡ് ക്ലാസ് ആയത് നമുക്ക് എപ്പോഴും കാണാം. ജോയിൻ ചെയ്തപ്പോൾ വളരെ നല്ല ക്ലാസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. ടീച്ചർ ക്ലാസ് രാജിത മിസ്സിൻ്റെയും അതുപോലെ നമ്മുടെ ഹുദവി റിയാസ് സാർ ഉണ്ടായിരുന്നു, റിയാസ് സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അടിപൊളി ക്ലാസ്സാണ്. റിയാസ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഗംഭീര ക്ലാസ് എന്ന് തന്നെ പറയാം. മുമ്പ് കുറച്ച് ബേസ് ഉണ്ടെങ്കിലും അതൊന്നുകൂടെ എല്ലാം ക്ലിയർ ആയത് എഡ്ഫിൽ വന്നതിന് ശേഷം തന്നെയാണ്. അത് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഹസീബ് സാറിനെ ഞാൻ മിസ് ചെയ്യാണ്. ഹസീബ് സാർ നമ്മൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ പറയായിരുന്നു, റാങ്ക് അടിക്കാം എന്നൊരു വാക്ക് ഹസീബ് സാർ ഇങ്ങനെ പറയായിരുന്നു. പിന്നീട് എഡ്ഫിലിൻ്റെ കൂടെ പഠിച്ച് അൽഹംദുലില്ലാ 3ാം റാങ്ക് കാസർഗോഡ് ജില്ലയിൽ കിട്ടി. കഴിഞ്ഞ ജൂൺ മാസം സ്കൂൾ തുറന്നപ്പോൾ സർവീസിൽ ജോയിൻ ചെയ്യാൻ പറ്റി. ഏറെ സന്തോഷമുണ്ട്. എഡ്ഫിലിനോട് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ എഡ്ഫിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ കൂട്ടത്തിൽ പറയുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്, കാരണം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പുണ്ട്. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് എന്തായാലും ഗുണം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അറബിക് BEd ചെയ്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പലരും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.